ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു മാച്ച് ഡേ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ മാജിക്കിൻ്റെ രണ്ടാമത്തെ മത്സരമാണ് നടക്കാൻ പോണത്. അതും നമ്മുടെ കാലിക്കറ്റായിട്ടാണ് ഗായ്സ്. ഓക്കെ, സോ കോഴിക്കോടിൻ്റെ ചുണക്കുട്ടികൾ ഇന്ന് വന്ന് തൃശ്ശൂരിൽ പൂരം നടത്തുന്നൊക്കെയാണ് പറയണത്. സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ കളിയും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മളുടെ സ്വന്തം കിരണും അതുപോലെ തന്നെ ചക്കര. ഓക്കെ, എന്താണ് ഇന്നത്തെ കളിയെ കുറിച്ച് പറയാനുള്ളത്? ഇന്ന് ഒരു പൂരം കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാം ശരിക്കുള്ള പൂരം എന്താന്ന്. ചക്കര ഫസ്റ്റ് ടൈം അല്ലേ? എന്തായാലും തൃശ്ശൂർ ജയിക്കും, വേറെ ഒന്നും പറയല്ലേ. അപ്പോൾ ഗൈസ്, തൃശ്ശൂർ ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രഡിക്ഷൻ. സ്കോർ പ്രഡിക്ഷൻ ആയല്ലോ. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ വന്നിരിക്കുന്നത് 3-2. ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻ പറയും. 2-0 2-1. അപ്പോൾ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ പാപ്പൻ്റെ ഉണ്ട്. ആ 4 ഇതുവരെ എത്തിയിട്ടില്ലായി. 5:45 വരെ പറഞ്ഞത്. സമയം 6 മണിയായി. ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അവിടെ 7 മണിക്കാണ് കളി. ഇട്ട് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് അവിടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഫൈനലി നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റായിട്ടുള്ള കളി. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഗഡീസ് എല്ലാവരും വന്നിട്ട് നമ്മൾ ഗ്യാങ് ആയിട്ട് തന്നെയാണ്. സോ നമുക്ക് നമ്മുടെ ടിക്കറ്റ് സ്പോൺസർ ചെയ്ത് നമ്മുടെ നവീനാണ് ഗൈസ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം നവീൻ, പ്ലെയർ ലെഫ്റ്റിംഗ് ഫോർവേഡ്. ഓക്കെ, നവീൻ, ഇവനല്ല നവീൻ. ഓക്കെ, സോ ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂജ് ഷോട്ട് ഔട്ട് ടു നവീൻ ബ്രോ. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതും പ്രഡിക്ഷൻ പറയും. ഞങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് തൃശ്ശൂര് 3-1 ജയിക്കും. 3-1 പ്രഡിക്ഷൻ പറയും. പ്രഡിക്ഷൻ 2-1 പറയും. 2-1 അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ 3-2 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവൻ്റെ പ്രഡിക്ഷൻ പറഞ്ഞിട്ടില്ല. പ്രഡിക്ഷൻ പറയും. 2-1 തൃശ്ശൂര്. ഓക്കെ, ഓ 2-1 പറഞ്ഞിരിക്കണ്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് ആര് ജയിക്കുന്നു കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ എൻട്രി അടിക്കാം കേട്ടോ. ഓക്കെ, ചെക്കിങ് ഉണ്ടാവും. സോ ഗൈസ്, ഇന്ന് നമ്മളുടെ കളിക്ക് നമ്മുടെ ഗോൾ കീപ്പർ കമാലുദ്ദീൻ ഇല്ല. കമാലുദ്ദീൻ കഴിഞ്ഞ കളിക്ക് ഉണ്ടായിരുന്നില്ല. ഈ കളി കട്ടിമണി തന്നെയാണ്. കഴിഞ്ഞോട്ടം മിസ്റ്റേക്കിൽ കമാലുദ്ദീൻ കുറച്ച് വട്ടം പറഞ്ഞു. അപ്പോൾ കമാലുദ്ദീൻ ഇല്ല. അതുപോലെ തന്നെ മെയ്സൺ ആൽവസ് ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ചെക്കുണ്ടെങ്കിൽ എന്തായാലും പൊളിക്കും, കാരണം ഒരു ലീഡറാണ് നമ്മുടെ. അതുപോലെ തന്നെ ബാക്കിയെല്ലാവരും നമ്മുടെ വിപിൻ അജയനൊക്കെ കിട്ടിലാണ്. റൈറ്റ് ബാക്കിൽ ഒരു അർണോളിൻ്റെ പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെക്കുന്നത്. ഒരു രക്ഷയില്ല പറയാം. എന്താണ് ഇനി കളീനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞോ? ഇന്ന് എത്ര സ്കോർ എത്ര പറഞ്ഞേ? 2-1 തന്നെയാണ്. ഓക്കെ, എടാ ജയിക്കില്ലേ? ജയിക്കും. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തൃശ്ശൂർ, എന്താ പറയാള്? നമ്മള് ജയിക്കും. 2-1. ഓക്കെ, ജയിക്കില്ലേ? ജയിക്കും. സോ ഗൈസ്, അപ്പോൾ എന്തായാലും 2-1 ജയിക്കുന്നതാണ് ചക്കര പറയണത്. അപ്പം എൻ്റെ പ്രതീക്ഷ 3-2 കേട്ടോ. ഗോൾ മഴ പെയ്യുമെന്ന്. സോ എന്തായാലും കളിയിൽ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗ്രൗണ്ടിലേക്കൊക്കെ വന്ന് ഇന്ന് നാഷണൽ ആന്തത്തിൻ്റെ കാര്യമൊക്കെ നോക്കണ്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് കാലിക്കറ്റും തൃശ്ശൂരാണ് കളി. എന്തായാലും നല്ലൊരു മത്സരം കാണാൻ തന്നെ വിചാരിച്ചിട്ടാണ് നമ്മളവിടെ എത്തിച്ചേർന്നത്. മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് സപ്പോർട്ട് തന്നെയാണ്. ഇന്നൊരു രക്ഷയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വട്ടം 6000-7000 ആയിരുന്നു അറ്റൻഡൻസ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത്തവണ വന്നപ്പോൾ 10,000+ ആയിരുന്നു ഗൈസ്. അപ്പോൾ ക്രേസ് കണ്ടില്ലേ? നമ്മളിപ്പോൾ എല്ലാ ജില്ലകളിലും ഇങ്ങനെ കളി കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റേതായ ക്രേസ്. അവരുടെ ടീമും കൂടി പെർഫോം ചെയ്യണമെങ്കിൽ പിന്നെ പറയണ്ട. ഇതിലൂടെയാണ് യുവതാരങ്ങളും കാര്യങ്ങളൊക്കെ വളർന്നു വരിക. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ എവേ ഫാൻസും കട്ടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബിഗ് ഷോട്ട് ഓടിച്ചു നമ്മുടെ KSL. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. സോ ഗൈസ്, വാമപ്പ് കഴിഞ്ഞ് ഇപ്പോൾ കളി തുടങ്ങാറായി. ആഷ്ലാന്തം കഴിഞ്ഞ്. സോ പ്രശാന്തിൻ്റെ കോഴിക്കോടും മെയ്സൺ ആൽവസിൻ്റെ തൃശ്ശൂരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മെയ്സൺ ആൽവസ് ഇന്ന് കളിക്കില്ല എന്ന് എനിക്ക് തോന്നണേ. നോക്കട്ടെ. മെയ്സൺ ആൽവസ് ഇല്ല ഗൈസ്. ലെനി റോഡ്രിഗസ് ആണ് ഇന്ന് ക്യാപ്റ്റൻ. ലെനി തന്നെ തോന്നുന്നുണ്ട്. അതെ, പിന്നെ നമ്മുടെ മിത്രോവിച്ച് ഉണ്ട്. മിത്രോവിച്ച് എന്തായാലും ഇടയ്ക്ക് എന്തായാലും ഗൈസ്. അപ്പോൾ ഡ്രിങ്ക്സ് ബ്രേക്ക് ആയിരുന്നു. 0-0 കളി അറിയില്ല. വെച്ചാൽ കാലിക്കറ്റ് നല്ല രീതിയിൽ അറ്റാക്കി ഉണ്ടായിരുന്നു. കാലിക്കറ്റിനാണ് കൂടുതൽ ഷോട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര നിരാശപ്പെടുത്തുന്ന ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഒന്നും പറയണ്ട. തൃശ്ശൂരിനെ ഒരു 2 അടി വന്നിട്ടുള്ളൂ മര്യാദയ്ക്ക് പറയാൻ. കോഴിക്കോട് നല്ല അറ്റാക്കായിരുന്നു. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ കോഴിക്കോട് ഗോൾ അടിച്ചിരിക്കാൻ കേട്ടോ. ഒരു കിടില ഹെഡറായിരുന്നു. ക്വിക്ക് ഫ്രീ എടുത്തു.
നല്ല ക്രോസ് കിടില ഹെഡ്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ല ഗോളായിരുന്നു. തൃശ്ശൂരിനിൽ കോഴിക്കോട് 1. ഗായ്സ് അങ്ങനെ മെയ്സൺ ആൽവസ് കളത്തിക്ക് വന്നിക്കാൻ കേട്ടോ. അപ്പം എന്തായാലും നോക്കി നോക്കാം. ആറ് മിനിറ്റിന് എക്സ്ട്രാ ടൈം ഉണ്ട് ഗൈസ്. ഒരു ഫ്രീ കിക്കാണ് അടുത്തുനിന്ന് കേട്ടോ. കയറുമെന്നറിയില്ല, നോക്കി നോക്കാം. മെയ്സൺ ആൽവസാണ് എടുക്കുന്നത്. ഒരു നല്ല പൊസിഷൻ എന്നാണ് ഫ്രീ കിട്ടിയിരിക്കുന്നത്. എന്താവുമെന്ന് അറിയില്ല. ഇതൊരു ക്രൂഷ്യൽ ചാൻസ് ഓഫ് ദി മാച്ചാണ് ഗൈസ്. ഗോളായി കഴിഞ്ഞാൽ ഒരു സമയത്തിലേക്ക് പോകും തൃശ്ശൂർ, അല്ലെങ്കിൽ നിരാശ തന്നെ. വെറും ഒരു നിരാശപ്പെടുത്തുന്ന ഫ്രീ കിക്കായി മാറിയത്. അപ്പോൾ ഗൈസ് 1-0 ഗോളുകൾക്ക് തൃശ്ശൂർ തോറ്റിരിക്കുന്നു. ഒന്നും പറയില്ല, നല്ല മൂഞ്ചകളി. തൃശ്ശൂരിൻ്റെ അകത്ത് നിന്ന് ഭയങ്കര മൂഞ്ചകളിയായിരുന്നു, ഒന്നും പറയല്ല. കോഴിക്കോട് കിടലായിട്ട് കളിച്ചവർ ജയിച്ച്. ഇഷ്ടംപോലെ കോർണേഴ്സാണ്, ഒരു 10 കോർണർ എടുത്ത് കോഴിക്കോട് എടുത്തിട്ടുണ്ടാവും. തൃശ്ശൂരിൻ്റെ അകത്ത് ആകെ 1 വന്നുള്ളൂ. അതുപോലെ തന്നെ ഷോട്ടാണ് തൃശ്ശൂരിൻ്റെ അകത്ത് 3 ഷോട്ടോ 4 ഷോട്ടോ. കോഴിക്കോടിൻ്റെ അകത്ത് ഒരു 10, 14, 15 ഷോട്ട് എടുത്ത് വന്നിട്ടുണ്ടാവും. എന്തായാലും കിടിലം കളിയായിരുന്നു കോഴിക്കോട്. അവിടെ പോയിട്ട് 1-0 ജയിച്ചു, ഇവിടെ വന്നിട്ട് 1-0 പൊട്ടി. ഓക്കെ, സോ എന്തായാലും കോഴിക്കോടിൻ്റെ കുറച്ച് ഫാൻസും കണ്ടുല്ലോ. അവർ ടോപ്പായിരുന്നുണ്ടോ, ഒന്നും പറയല്ല, കിടിലനായിരുന്നു. എന്തായാലും കിടിലം കളിയായിരുന്നു ഗൈസ്, ഒന്നും പറയല്ല. നമ്മ മുഞ്ചി. എന്തായാലും കുഴപ്പമില്ല, നിരാശ ഉണ്ട്. സ്വന്തം ടീം നോക്കുമ്പോൾ ആരെങ്കിലും നിരാശ ഉണ്ടാവുമല്ലോ. എല്ലാം പിന്നെ പറഞ്ഞ സ്പോർട്സ് മാൻ സ്പിരിറ്റ്. കളിയാകുമ്പോൾ തോക്കും ജയിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ചെക്കന്മാരെ തന്നെ ചോദിക്കുക കളീനെ കുറിച്ചുള്ള അഭിപ്രായം പറയും. കളീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഗോൾ അടിക്കാൻ മറന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. അവർ നല്ല പ്രൊഫഷണലായിട്ട് രീതിയിൽ കളിച്ച് നല്ല അടിപൊളി ഗോൾ അടിച്ചു. നമുക്ക് ഫുള്ള് മിസ് പാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കളി നമ്മളൊരു ടച്ച് വരാത്ത പോലെ ആയിരുന്നു. ഒരു ഉഷാറുണ്ടായിരുന്നില്ല ഫസ്റ്റ് തൊട്ട് കളിക്ക്. പിന്നെ കിട്ടുന്ന ചാൻസസ് ഒക്കെ കൊണ്ട് കളയായിരുന്നു. നമ്മൾ ഭയങ്കര പേടിച്ച് കളിക്കുന്ന പോലെ കളിച്ചിട്ടുണ്ടായിരുന്നത്. തീരെ അറ്റാക്കിൽ കോൺസെൻട്രേറ്റഡ് അല്ല, ഫുൾ ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ ചാൻസ് ഒന്നും മുതലാക്കിയില്ല, കളഞ്ഞു എല്ലാം കൊണ്ടായിട്ട്. കളി വളരെ ശോകം കളിയായിരുന്നു. കാരണം നമ്മൾ അറ്റാക്കിങ് വളരെ ശോകമായിരുന്നു. പിന്നെ നമ്മൾ വേണ്ട സമയത്ത് നമ്മൾ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ മറന്നിരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും അടുത്ത കളി നമുക്ക് നോക്കാം എന്താവുന്നുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ തൃശ്ശൂരിൻ്റെ ആൾക്കാർ ഇതാ ഇവിടെ വന്നിട്ട് ബൈക്കിംഗ് ക്ലബ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, അടുത്തള്ളി പിടിക്കാം. കോഴിക്കോട് ഫാൻസ് ഒരു രക്ഷയില്ല ഗൈസ്. ട്രാവലിംഗ് ഫാൻസാണ് ടോപ്പായിട്ട്, ഒരു രക്ഷയില്ല. അവരുടെ ടീമായിക്കോട്ടെ ഫുള്ളി സപ്പോർട്ടീവായിരുന്നു. ആരാധകർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഫുള്ളായിരുന്നു. ഇന്ന് 10,000+ കാണികൾ ഉണ്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞോട്ടം 6,000, ഈ വട്ടം 10,000 ആയിരുന്നു. അങ്ങനെ ഗൈസ് ഒരു മുഴുതോൽവിയായി തൃശ്ശൂരിൽ നിന്ന് ഞാൻ വീണ്ടും നാട്ടിലേക്ക്. ഒരു ഒടുക്കത്തെ തോൽവിയായിരുന്നു, ഒന്നും പറയാനില്ല. നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കളിയാണ് കളിച്ചത്. ഭയങ്കര മോശം വെച്ചാൽ ഭയങ്കര മോശം. നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഫ്രം തൃശ്ശൂർ. കാലിക്കറ്റിൻ്റെ നല്ല കളിയായിരുന്നു. അവർ വെൽ പ്ലാനഡ് ആയിരുന്നു. ക്രോസിംഗ് ഗെയിമാണ് മെയിനായിട്ട് അവർ നോക്കിയിരുന്നത്. അതന്നെ അവർ അവസരം വിജയിച്ചു. പെട്ടെന്നൊരു ഫ്രീ കിക്ക് കിട്ടിയതു. ഡയറക്റ്റ് ക്രോസ് ടു അവരുടെ സ്ട്രൈക്കർ. ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു, ഒന്നും പറയാനില്ല. അല്ല, അവരാണ് ഡിസർവ് ചെയ്ത്. നങ്ങ ജയിക്കുകയാണെങ്കിൽ തന്നെ അത് ഭാഗ്യം കൊണ്ട് ജയിച്ചതേ ഞാൻ പറയുള്ളൂ. അത്രയും മോശം കളി കളിച്ചു. അപ്പം ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, എനിവേ ഇറ്റ്സ് ഫുട്ബോൾ. തോൽവിയും ജയിക്കണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ജയിച്ചു, ഇവിടെ നിന്ന് അവർ ജയിച്ച്. കഴിഞ്ഞ കളി ജയിച്ച ഭാഗ്യം, അല്ലെങ്കിൽ എന്തോ ഒരു കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഫുഡ് അടിക്കാൻ പോട്ടെ. എല്ലാവരും ഇപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, ചെക്കന്മാരൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഫുഡ് അടിക്കാൻ കൊടുത്തിട്ട് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകേണ്ട കട അടച്ചിരിക്കുകയാണ്. നമ്മുടെ കായ്സ് കിച്ചൺ. സാധാരണ അത് 10-11 മണി വരെയൊക്കെ നിൽക്കാറുണ്ട്. ബട്ട് ഇന്ന് നേരത്തെ അടച്ച് ഗായ്സ്. എന്ത് പറ്റിയെന്നാവോ. ഇനിയിപ്പോൾ വേറെ സ്പോട്ട് നോക്കട്ടെ. നമ്മുടെ ഏരിയയിൽ കുറേ ഉണ്ട്. ബട്ട് ഇത് തൃശ്ശൂർ, ഞാൻ അറിയാലോ, ഞാൻ തൃശ്ശൂർ ഓർഡറില്ല. ചെറുതുരുത്തി മുള്ളുളിക്കര പറയും. ഇവിടെ നമുക്കധികം ഹോട്ടലിൽ അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നോക്കട്ടെ, അടുത്ത ഫുഡ് സ്പോട്ട് കണ്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നേരെ ചെറുതുരുത്തിക്ക് വിട്ടു. സംഭവം എന്താ വെച്ചാൽ തൃശ്ശൂരൊക്കെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട്. പക്ഷേ നമുക്കിന്നും നമ്മുടെ ഫേവറേറ്റ് ഹൈറ മന്തിയാണ്. സത്യം പറഞ്ഞത് ഒരു അണ്ടർ റേറ്റഡ് മന്തിക്കടയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂരത്തല്ല, ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ പിരിവരി അൽഫാം മന്തി ഒരു രക്ഷയില്ല. കിടില സാധനമാണ്, ടോപ്പ് സാധനമാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു തൃശ്ശൂരിൽ നിന്നൊരു 10:15 ആ നേരത്തെ ഇറങ്ങി. ഇവിടെ ഒരു 10:45, 10:50 എത്തിൻ്റെ അമ്മ. എന്തായാലും ഫുഡ് വന്നിട്ട് കാണാം അല്ലേ. ഹൈറേനെ കുറിച്ചുള്ള അഭിപ്രായം പറയും. എനിക്ക് പേഴ്സണലി ഹൈറേനെക്കാട്ടി ഇഷ്ടം കുബാബയാണ്. എനിക്ക് കുബാബ സ്പെഷ്യലാണ് കൂടുതലായിട്ട് ഇഷ്ടം. അതല്ലേ. എടാ നിൻ്റെ ഒപ്പീനിയൻ പറയാം ഹൈറേനെ കുറിച്ച്.
ഹൈറയാണ് ഏറ്റവും ബെസ്റ്റ്. മന്തിയിൽ ഹൈറ ബെസ്റ്റ്. കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഹൈറ തന്നെ. ഹൈറ തന്നെയാണ്. ഇനി നമുക്ക് ക്യാമറമാൻ അഭിയുടെ ചോദിക്കാം. നിന്റെ ഒപ്പീനിയൻ പറയാം. ഹൈറ കുഴപ്പമില്ല, ഒരു നോർമൽ മന്തി കട. അപ്പോൾ ഗൈസ് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാവും. അപ്പോൾ ഞാൻ കഴിച്ചതിൽ എനിക്കൊരു ഫേവറേറ്റ് തോന്നിയൊരു സ്പോട്ടാണ് ഹൈറ. സംഭവം ഇത് വന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് കഴിയിട്ടുള്ളൂ. ബട്ട് ഒരു രക്ഷയില്ല, ടോപ്പാണ്. കിടിലൻ മന്തി കട ഉണ്ടോ. നിങ്ങൾ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. നിങ്ങൾ ചെറുദൂരത്തേക്ക് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഹൈറ മന്തി. കിടിലൻ ഫുഡ് സ്പോട്ടാണ്. ഫാമിലിയൊക്കെ ഇട്ട് വന്ന് കളിക്കാൻ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. പ്രമോഷനല്ല, ഇത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പറയാം കേട്ടോ, വേറെ ഇതല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുഡ് വന്ന് നോക്കാൻ നിന്നില്ല, അപ്പോഴേക്കും എല്ലാറ്റും വലിച്ചു വരിയിട്ടുണ്ട്. ഓക്കെ ഞാൻ പ്രാവശ്യം പൊലിക്ക് എടുത്തു. ഞാൻ അവിടെ വരുമ്പോഴത്തേക്കും നോക്കി. പെപ്സി 2 ലിറ്റർ, ബാക്കി പിന്നെ കാണാം. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഹൈറയിൽ നിന്ന് മന്തി കഴിച്ച് ഇറങ്ങിയിട്ട് നല്ല മന്തിയായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിച്ച്. ടോട്ടൽ ബില്ല് എത്ര? 940 സംതിങ് ആണ് വന്നത്. ഓക്കെ സോ ഇന്നത്തെ ഒരു നിരാശപ്പെട്ട ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളീനെ കുറിച്ചിട്ടൊക്കെ മറന്ന് സത്യം പറഞ്ഞു തരാം. എന്തായാലും അടുത്ത മത്സരം ഇനി വരുന്നത് 21-ാം തീയതിയാണ് അഗെയിൻസ്റ്റ് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രം കൊമ്പൻസ് വേഴ്സസ് തൃശ്ശൂർ മാജിക്കിൻ്റെ അടുത്തൊരു കിടിലൻ വ്ളോഗുമായി വീണ്ടും കാണാം അല്ലേ? അപ്പോൾ ബൈ ബൈ.